ഓരോ ദിവസം കഴിയുന്തോറും മുഖം വല്ലാതെ പ്രായമായിക്കൊണ്ടിരിക്കുകയാണോ? രാവിലെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇന്നലെ കണ്ട മുഖമല്ല ഇന്ന് കാണുന്നത് എന്നതുപോലെ തോന്നാറുണ്ടോ? മുഖം വളരെയധികം ഡള്ളായതുപോലെയും ചുളിവുകൾ വീണതുപോലെയും തൂങ്ങിയതുപോലെയും കണ്ണിനടിയിൽ കറുപ്പും പഫ്നെസ്സും ഒക്കെയായി ആകെ മൊത്തം മുഖം മാറിയതായി സ്വയം മനസ്സിലാക്കുന്നുണ്ടോ? എൻ്റെ മുഖത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ദിവസവും നിങ്ങളോട് തന്നെ ചോദിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ മുഖം ഇപ്പോൾ നിങ്ങളോട് കെയർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്കിൻ റിപ്പയറും ഹൈഡ്രേഷനും ആവശ്യപ്പെടുന്ന ഒരു സിഗ്നലാണത്. ഈ ഒരു ഘട്ടത്തിൽ നല്ലൊരു ആൻറ്റി ഏജിങ് സ്കിൻ കെയർ റുട്ടീൻ അനിവാര്യമാണ്. ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നും. ഇപ്പോൾ നിങ്ങളുടെ സ്കിൻ ഡ്രൈനെസ്, ഫൈൻ ലൈൻസ്, ചുളിവുകൾ, ഗ്ലോ നഷ്ടപ്പെടൽ എന്നീ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത് അവഗണിച്ച് മുൻപോട്ട് പോയാൽ ദിവസേന സ്കിൻ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയും സൗന്ദര്യം പതുക്കെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ പ്രായത്തിൻ്റെ ആദ്യ അടയാളങ്ങൾ നിങ്ങളുടെ മുഖത്ത് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ ആരംഭിക്കേണ്ട നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നൈറ്റ് റുട്ടീൻ. കാരണം പകൽ സമയത്ത് സ്കിൻ ഡസ്റ്റ്, പൊല്യൂഷൻ, UV എക്സ്പോഷർ, സ്വെറ്റ്, ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നിവയെ നേരിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ രാത്രി നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ സ്കിൻ റിപ്പയർ മോഡിലേക്ക് കടക്കുന്നു. ഈ സമയത്താണ് സ്കിൻ സെൽസിൻ്റെ നാച്ചുറൽ റിന്യൂവൽ പ്രോസസ്സ് കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. പകൽ സമയത്തുണ്ടായ ചെറിയ ഡാമേജുകൾ, ഡ്രൈനെസ്, ഡൾനെസ്, ബാരിയർ വീക്ക്നെസ്, ഫൈൻ ലൈൻസ് ഇവ റിപ്പയർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായി നടക്കുന്നത് രാത്രിയിലാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ വിശ്രമിക്കുമ്പോൾ നമ്മുടെ സ്കിൻ നിശബ്ദമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പുതിയ കോശങ്ങൾ ഉണ്ടാക്കുക, പഴയ ഡാമേജ്ഡ് സെൽസ് റീപ്ലേസ് ചെയ്യുക, മോയ്സ്ചർ ബാലൻസ് റീസ്റ്റോർ ചെയ്യുക, ഈ എല്ലാ പ്രക്രിയകളും ഉറക്ക സമയത്ത് കൂടുതൽ കാര്യക്ഷമമായിട്ട് നടക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനും ഒരു ക്വാളിറ്റി സ്ലീപ്പും ഉണ്ടെങ്കിൽ അത് ആൻറ്റി ഏജിങ് സ്കിൻ കെയറിൻ്റെ ഒരു ബാക്ക് ബോൺ ആണെന്ന്. നമ്മൾ ആൻറ്റി ഏജിങ് സ്കിൻ കെയർ റുട്ടീൻ ആരംഭിക്കുമ്പോൾ ഏറ്റവും ആദ്യവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. എന്നാൽ മുഖം കഴുകിയ ഉടനെ നിങ്ങളുടെ മുഖം വല്ലാണ്ട് വലിഞ്ഞു മുറുകിയതുപോലെയോ ഡ്രൈ ആയതുപോലെയോ തോന്നുന്നുവെങ്കിൽ ആ ക്ലെൻസർ നിങ്ങളുടെ സ്കിൻ ബാരിയറിനെ സ്ട്രിപ്പ് ചെയ്യുന്നതിൻ്റെ അടയാളമാണ്. അതായത് വളരെ ശക്തമായ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ അത് മുഖത്തെ ഡേർട്ട് മാത്രമല്ല കളയുന്നത്, സ്കിന്നിനെ സംരക്ഷിക്കുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു മോയ്സ്ചറും ഓയിലും കൂടി അത് എടുത്തു കളയും. അതുകൊണ്ട് SLS പോലുള്ള ശക്തമായ ഫോമിംഗ് ഏജൻസ് ഉള്ള ഫേസ് വാഷുകൾ സ്കിന്നിൻ്റെ നാച്ചുറൽ ഓയിൽസ് നീക്കം ചെയ്ത് ഡ്രൈനെസ്, ഫൈൻ ലൈൻസ്, ഡൾനെസ് എന്നിവ കൂടുതൽ വ്യക്തമാക്കും. അതിനാൽ രാത്രി റുട്ടീനിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഒരു ജെന്റിൽ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസറാണ്. സെറാമൈഡ്സ്, ഗ്ലിസറിൻ, ഹൈലറോണിക് ആസിഡ്, പാന്തനോൾ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള ക്രീം ക്ലെൻസർ, മൈൽഡ് ജെൽ ക്ലെൻസർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പകൽ സമയത്ത് സൺസ്ക്രീൻ, സ്വെറ്റ്, പൊല്യൂഷൻ എന്നിവ നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞുകൂടും. അതുകൊണ്ട് മേക്കപ്പ് അല്ലെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ക്ലെൻസിങ് ബാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധാരണ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം. ഇത് നമ്മുടെ മുഖത്ത് നല്ലതുപോലെ തേച്ച് ഒരു ചെറിയ കോട്ടൺ പാഡ് ഉപയോഗിച്ച് മുഖം തുടച്ച് വൃത്തിയാക്കുക. അതിനുശേഷം ഒരു ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം വൃത്തിയാക്കാവുന്നതാണ്. ഇതിനെ ഡബിൾ ക്ലെൻസിങ് എന്നാണ് പറയുന്നത്. ആൻറ്റി ഏജിങ് റുട്ടീനിൽ ഇത് വളരെ ഫലപ്രദമാണ്. അതായത് രാത്രി ക്ലെൻസിങ് ചെയ്യുന്നത് വെറും മുഖം കഴുകൽ മാത്രമല്ല, നമ്മളൊരു ചെടി നട്ടുപിടിപ്പിക്കുമ്പോൾ ആദ്യം അതിന് ചുറ്റുമുള്ള കളകളെല്ലാം പറിച്ചു മാറ്റി മണ്ണ് വൃത്തിയാക്കാറുണ്ട്, അല്ലേ? അതിനുശേഷമാണ് ആ ചെടിക്ക് വേണ്ട പോഷണവും വെള്ളവും എല്ലാം നൽകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ കാര്യവും. ദിവസം മുഴുവൻ അടിഞ്ഞുകൂടിയ അഴുക്കുകളും കാര്യങ്ങളും എല്ലാം നീക്കം ചെയ്ത് സ്കിന്നിൻ്റെ ഉപരിതലം വൃത്തിയാക്കണം. അതിനുശേഷം മാത്രമാണ് സിറംസ്, ക്രീംസ് പോലെയുള്ളവയ്ക്ക് സ്കിന്നിൽ ശരിയായി പ്രവർത്തിക്കാൻ കഴിയുന്നത്. മുഖം വൃത്തിയാക്കാതെ പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്താൽ അവ ശരിയായി അബ്സോർബ് ചെയ്യാതെ പോകും. ഫലം കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആൻറ്റി ഏജിങ് സ്കിൻ കെയർ റുട്ടീനിൽ ക്ലെൻസിങ് എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്.
അപ്പോൾ നമ്മൾ ക്ലെൻസിങ് ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുഖത്ത് ഒരു ഹൈലറോണിക് ആസിഡ് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആൻറ്റി ഏജിങ് സ്കിൻ കെയർ റുട്ടീനിൽ ഈ സ്റ്റെപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പ്രായം കൂടുന്തോറും നമ്മുടെ സ്കിന്നിലെ ആ ഒരു ഹൈഡ്രേഷൻ, ആ ഒരു നനവ് കുറയാനായിട്ട് തുടങ്ങും. ആ നനവ് തിരികെ നൽകി സ്കിന്നിനെ പ്ലംബായും സ്മൂത്തായും നിലനിർത്താൻ ഇത് വളരെ സഹായിക്കും. ചെറിയ ലൈൻസും ചുളിവുകളും കൂടുതൽ കാണാതിരിക്കാൻ ഹൈഡ്രേഷൻ വളരെ ആവശ്യമാണ്. ഇനി നമ്മൾ ഹൈലറോണിക് ആസിഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു എസൻസ് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ സ്കിന്നിലേക്ക് ഒരു അധിക ഹൈഡ്രേഷൻ ലെയർ നൽകും. മാത്രമല്ല, ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്ന സിറവും മോയ്സ്ചറൈസറും സ്കിന്നിന് കൂടുതൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഏജിംഗ് സൈൻസ് കാണിച്ചു തുടങ്ങുന്ന ഡ്രൈ സ്കിന്നിൽ ഈ സ്റ്റെപ്പ് വളരെ ബെനിഫിഷ്യൽ ആണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ആൻറ്റി ഏജിംഗ് ട്രീറ്റ്മെന്റ് ആണ് റെറ്റിനോൾ അല്ലെങ്കിൽ പെപ്റ്റൈഡ് സിറം. പ്രായത്തിന്റെ ആദ്യ അടയാളങ്ങൾ കാണാൻ തുടങ്ങുന്ന സ്കിന്നിൽ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് റെറ്റിനോൾ ആണ്. കാരണം ഇത് സ്കിൻ സെൽ ടേൺ ഓവർ കൂട്ടുകയും കൊളാജൻ പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഫൈൻ ലൈൻസ്, ഡൾനെസ്, ടെക്സ്ചർ ചേഞ്ചസ് എന്നിവ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, റെറ്റിനോൾ വളരെ കുറച്ച അളവിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ്. ഒരു പീ സൈസ് എമൗണ്ട് മതിയാകും നമ്മുടെ മുഖത്ത് മുഴുവൻ അപ്ലൈ ചെയ്യാനായിട്ട്. മുഴുവൻ മുഖത്തും സാവധാനം സ്പ്രെഡ് ചെയ്യുക. റെറ്റിനോൾ നിങ്ങൾക്ക് ക്രീമായിട്ടോ സിറമായിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടും വളരെ ലോ പെർസെൻറ്റേജിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാനായിട്ട്. പിന്നീട് സ്ലോലി ഇൻക്രീസ് ചെയ്ത് തുടങ്ങാം. ആഴ്ചയിൽ ഒരു 3 തവണ അപ്ലൈ ചെയ്താൽ മതിയാകും. ഇനി നിങ്ങൾക്ക് റെറ്റിനോൾ അല്ല എന്നുണ്ടെങ്കിൽ പെപ്റ്റൈഡ് സിറം യൂസ് ചെയ്യാവുന്നതാണ്. സ്കിന്നിന് ഫേംനെസ് സപ്പോർട്ട് ചെയ്യുകയും കൊളാജൻ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് പെപ്റ്റൈഡ്സ് വളരെ നല്ലൊരു സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു റെറ്റിനോൾ സിറമോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെപ്റ്റൈഡ് സിറമോ യൂസ് ചെയ്യാവുന്നതാണ്. യൂസ് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുകയില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ റെറ്റിനോൾ അല്ലെങ്കിൽ പെപ്റ്റൈഡ് സിറം ഉപയോഗിച്ച ശേഷം അടുത്ത നിർബന്ധമായ സ്റ്റെപ്പ് മോയ്സ്ചറൈസർ ആണ്. ഇത് വെറും ക്രീം പുരട്ടൽ മാത്രമല്ല, രാത്രി മുഴുവൻ സ്കിന്നിന് ആവശ്യമായ ഈർപ്പം നിലനിർത്തുകയും ബാരിയർ റിപ്പയർ ചെയ്യുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണിത്. പ്രത്യേകിച്ച് ആൻറ്റി ഏജിംഗ് സ്കിൻ കെയർ റുട്ടീനിൽ സെറാമൈഡ്സ്, പെപ്റ്റൈഡ്സ്, ഗ്ലിസറിൻ, ഹൈലറോണിക് ആസിഡ് പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള മോയ്സ്ചറൈസർ തന്നെ തിരഞ്ഞെടുക്കണം. ഇവ സ്കിന്നിലെ മോയ്സ്ചർ ലോക്ക് ചെയ്ത് ഫൈൻ ലൈൻസ് കൂടുതൽ തെളിയുന്നത് കുറയ്ക്കാനും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖം കൂടുതൽ സോഫ്റ്റും പ്ലംബും റിഫ്രഷ്ഡുമായി തോന്നിക്കാനും സഹായിക്കും. സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ മുമ്പ് അപ്ലൈ ചെയ്ത റെറ്റിനോൾ സിറം സ്കിന്നിൽ ശരിയായി പ്രവർത്തിക്കാൻ അവയ്ക്ക് മുകളിലൂടെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ ഈ മോയ്സ്ചറൈസർ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് രാത്രി സ്കിൻ കെയർ റുട്ടീനിൽ വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്സിൽ ഒന്നാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ നല്ല ബ്രാൻഡിൻ്റെ തന്നെ തിരഞ്ഞെടുക്കണം. ആൻറ്റി ഏജിംഗ് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്നവർ അതിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ തന്നെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഇനി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കണ്ണിന് താഴെ നല്ല രീതിയിൽ കറുപ്പുണ്ട് എങ്കിൽ ഒരു ഐ ക്രീം ഉപയോഗിക്കാം. ഫൈൻ ലൈൻസ്, ഡ്രൈനെസ്, ഡാർക്ക് സർക്കിൾസ് കൂടുതലുണ്ടെങ്കിൽ ഒരു ഹൈഡ്രേറ്റിംഗ് ഐ ക്രീം ഉപയോഗിക്കാവുന്നതാണ്. പെപ്റ്റൈഡ്സ്, ഹൈലറോണിക് ആസിഡ്, സെറാമൈഡ്സ് ഇവയൊക്കെ ഉള്ള ഐ ക്രീം കണ്ണിന് ചുറ്റുമുള്ള വളരെ ഡെലിക്കേറ്റ് സ്കിന്നിന് നല്ല സപ്പോർട്ട് നൽകും. വളരെ ചെറിയ അളവിൽ ഒരു റിംഗ് ഫിംഗർ ഉപയോഗിച്ച് നന്നായി ടാപ്പ് ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി. എന്നാൽ ഒരു കാര്യം ഓർമ്മിക്കണം, സ്കിൻ കെയറിൽ പ്രൊഡക്ട്സ് കൂടുതൽ ഉപയോഗിക്കുന്നതല്ല പ്രാധാന്യം. നിങ്ങളുടെ സ്കിന്നിന് ആവശ്യമായത് മാത്രം സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി അവസാനമായിട്ട് വേണമെങ്കിൽ ഒരു ആൻറ്റി ഏജിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. പക്ഷേ ഇത് നിർബന്ധമുള്ള സ്റ്റെപ്പല്ല. കാരണം ആൻറ്റി ഏജിംഗ് ഗുണങ്ങളുള്ള സിറമും നല്ലൊരു മോയ്സ്ചറൈസറും നമ്മൾ ഇതിനോടകം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതിനാൽ സ്കിന്നിന് ആവശ്യമായ ഹൈഡ്രേഷൻ, പോഷണം, ഏജ് ഡിഫൻസ് സപ്പോർട്ട് ഇതെല്ലാം സ്കിന്നിന് ലഭിച്ചിരിക്കുന്നു. എന്നിരുന്നാലും നിങ്ങളുടെ സ്കിൻ വളരെയധികം ഡ്രൈ ആണെങ്കിൽ, നൈറ്റ് റുട്ടീന് ഒരു അധിക പ്രൊട്ടക്റ്റീവ് ലെയർ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അവസാന ഘട്ടമായി ഒരു ആൻറ്റി ഏജിംഗ് ക്രീം കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് സ്കിന്നിൽ മോയ്സ്ചർ ലോക്ക് ചെയ്യാനും രാത്രിയിലെ റിപ്പയർ പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, ആഴ്ചയിൽ 3 ദിവസം നമ്മൾ റെറ്റിനോൾ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞുവല്ലോ. അതിനുശേഷമുള്ള ബാക്കി 4 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു വൈറ്റമിൻ സി സിറം ഉപയോഗിക്കാവുന്നതാണ്. ഇത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ, വൈറ്റമിൻ സി സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് മെച്ചപ്പെടുത്തുവാനും ഡൾനെസ് കുറയ്ക്കുവാനും വളരെ സഹായിക്കുന്ന ഒരു ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ദിവസവും നമ്മുടെ സ്കിൻ നേരിടുന്ന സ്ട്രെസ്, പൊല്യൂഷൻ, സൺ ഡാമേജ് എന്നിവ മൂലമുണ്ടാകുന്ന ഏർലി ഏജിംഗ് സൈൻസ് കുറയ്ക്കാനായിട്ടും ഇത് വളരെയധികം സഹായിക്കുന്നതാണ്.
അതോടൊപ്പം ഫൈൻ ലൈൻസ്, അൺഈവൻ സ്കിൻ ടോൺ, ഡാർക്ക് സ്പോട്ട് എന്നിവ കുറിച്ച് സ്കിന്നിന് കൂടുതൽ ഹെൽത്തിയായ ഒരു ഗ്ലോ നൽകാനും വൈറ്റമിൻ സി സെറം വളരെ നല്ലതാണ്. റെറ്റിനോൾ ഉപയോഗിക്കാത്ത ദിവസങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നത് ആന്റി ഏജിംഗ് റുട്ടീൻ കൂടുതൽ ബാലൻസ്ഡ് ആയും ഇഫക്റ്റീവായും മാറ്റും. നിങ്ങളുടെ സ്കിൻ ഇപ്പോൾ വളരെ ഡാമേജ് ആയിട്ടുള്ളതായിരിക്കാം, ചുളിവുകൾ കൂടുതൽ വ്യക്തമായി കാണുന്നുണ്ടാകാം, മുഖത്തിന് പഴയൊരു ഗ്ലോ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടാകാം. പക്ഷേ അതുകൊണ്ട് ഒരിക്കലും വൈകിപ്പോയി എന്ന് കരുതരുത്. ശരിയായ രീതിയിൽ കൺസിസ്റ്റൻസിയോടെ ഈ ആന്റി ഏജിംഗ് റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ സ്റ്റെപ്സ് ആത്മാർത്ഥമായിട്ട് കുറച്ച് ആഴ്ചകൾ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ മാറ്റം നിങ്ങൾക്ക് കണ്ണാടിയിൽ കാണാനായിട്ട് സാധിക്കും. സ്കിൻ കൂടുതൽ ഹൈഡ്രേറ്റഡ് ആകും, ഫൈൻ ലൈൻസ് മൃദുവാകാൻ തുടങ്ങും, മുഖത്തിന് വീണ്ടും ഒരു ഹെൽത്തി ഗ്ലോ തിരികെ വരാൻ തുടങ്ങും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്താലും ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് നല്ല ക്വാളിറ്റി ഉള്ളതല്ല എങ്കിൽ അതിൻ്റെ ഫുൾ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും ട്രസ്റ്റഡ് ആയ നല്ല ബ്രാൻഡുകളുടെ പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ആൻറ്റി ഏജിങ് സ്കിൻ കെയറിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു ക്വാളിറ്റി, ഫോർമുലേഷൻ, കോൺസെൻട്രേഷൻ ഇവയ്ക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. സ്കിൻ കെയർ റുട്ടീനിൽ കൺസിസ്റ്റൻസി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ശരിയായ പ്രോഡക്ട്സ് ഉപയോഗിക്കുക എന്നുള്ളതും. അതല്ല എങ്കിൽ മാസങ്ങളോളം നിങ്ങൾ ഉപയോഗിച്ചിട്ടും എനിക്ക് മാറ്റമൊന്നും കാണുന്നില്ല എന്നൊരു നിരാശ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ഇൻഗ്രീഡിയൻസ് ഉള്ള സ്കിൻ ഫ്രണ്ട്ലി ആയ പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കുക എന്നത് റിസൾട്ട് ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. തെറ്റായ പ്രോഡക്ട്സ് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തും, ശരിയായ പ്രോഡക്ട്സ് നിങ്ങളുടെ സ്കിൻ മാറ്റിമറിക്കും. അതിനാൽ ഒട്ടും താമസിക്കാതെ ഇന്ന് തന്നെ ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യാൻ തുടങ്ങുക. ശരിയായ പ്രോഡക്ട്സ്, കൺസിസ്റ്റൻസി, പേഷ്യൻസ്, ഈ 3 കാര്യങ്ങൾ ചേർന്നാൽ നിങ്ങളുടെ സ്കിന്നിൽ വളരെ മനോഹരമായ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് കണ്ണാടിയിൽ കാണുന്ന ആ ക്ഷീണിച്ച മുഖം കുറച്ചാഴ്ചകൾ കഴിയുമ്പോൾ കൂടുതൽ ഹെൽത്തി ആയിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ടും നല്ല ചെറുപ്പമായിട്ടും മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടുവെന്ന് ഒരിക്കലും കരുതരുത്. അതിപ്പോഴും അവിടെ തന്നെയുണ്ട്. നല്ലൊരു കെയർ കാത്ത് അതിങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ പഴയതിലും സുന്ദരികളായിട്ട് മാറുന്നതായിരിക്കും. ആ മാറ്റങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.